ക്യാബിനറ്റിലേക്ക് കൂടുതൽ വിശ്വസ്തരെ പ്രഖ്യാപിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാകും. ഫ്ലോറിഡയിൽ നിന്നുള്ള US സെനറ്ററാണ് റൂബിയോ. പുതിയതായി പാർട്ടിയിലെത്തിയ തുൾസി ഗബാർഡ് നാഷണൽ ഇൻ്റലിജൻസ് മേധാവിയാകും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര മറ്റ് വിശദാംശങ്ങൾ നൽകും. എന്തായാലും ഇഷ്ടക്കാരെ എല്ലാ സ്ഥലത്തും പ്രതിഷ്ഠിക്കാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു എന്നുള്ള വാർത്തയാണ്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നടപടികളെടുത്ത ഒരുപാട് ആളുകൾ ഈ പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിലുണ്ട്. അവരെയൊക്കെ മുഴുവനായി മാറ്റി അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളെയും വിശ്വസ്തരെയും ഏൽപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് എസ് കെ പറഞ്ഞതുപോലെ ഏറ്റവും വിശ്വസ്തരെ ഡൊണാൾഡ് ട്രംപ് ക്യാബിനറ്റിൽ ഒന്നൊന്നായി കൊണ്ടുവരികയാണ്. ഹൈന്ദവ വിശ്വാസിയായ തുൾസി ഗബാർഡ് ആയിരിക്കും പുതിയ അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ. നേരത്തെ ഈ തുൾസി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ആയിരുന്നു. പിന്നീടാണ് ഈ അടുത്ത കാലത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് വന്നത്. സെനറ്റ് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ 17 രഹസ്യാന്വേഷണ ഏജൻസികളുടെ ചുമതലയായിരിക്കും തുൾസിക്ക് ഉണ്ടാവുക. സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പാഴ്ചെലവുകളൊക്കെ നിയന്ത്രിക്കുവാനുള്ള ഗവൺമെന്റിന് പുറത്തുള്ള ഏജൻസിയായ ഡോജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ മലയാളിയായ വിവേക് രാമസ്വാമിയും അതുപോലെ ശതകോടീശ്വരൻ ഇലോൺ മസ്കുമായിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കുക. ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുവാനും ഉള്ള ഈ ഏജൻസി സർക്കാരിൽ നിന്ന് പുറത്തുള്ള ഒരു ഏജൻസി ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതുപോലെ പെന്റഗണിൽ നേതൃമാറ്റം വേണമെന്ന് നിരന്തരമായി വാദിച്ചുകൊണ്ടിരുന്നയാളാണ് ട്രംപിന്റെ പുതിയ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ പെന്റഗണിൽ വലിയ തോതിൽ ഒരു പിരിച്ചുവിടൽ ഉണ്ടായേക്കുമെന്നാണ്. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ഉൾപ്പെടെ നേതൃനിരയിലെ നിരവധി പേരുടെ കസേര തെറിക്കും. അതുപോലെ 2021 അഫ്ഗാനിൽ നിന്ന് US സൈന്യത്തെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും നടത്താതെ പിൻവലിച്ചത് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഇതിന് ഉത്തരവാദികളായ ജനറൽമാർക്കും പണി പോകുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ആദ്യം ഉരുളുന്ന തലകളിൽ ഒന്ന് എയർഫോഴ്സ് ജനറൽ CQ ബ്രൗണിന്റെ ആയിരിക്കും. അതുപോലെ നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ ഫ്ലോറിഡയിൽ നിന്നുള്ള മാർക്കോ റൂബിയോ ആയിരിക്കും സുപ്രധാന പദവിയായ സ്റ്റേറ്റ് സെക്രട്ടറിയിലായിട്ട് വരാൻ പോകുന്നത്. ക്യൂബൻ വംശജനാണ്. ഇന്ത്യയോട് ഏറെ താല്പര്യമുള്ള ഒരു സെനറ്റർ കൂടിയാണ് മാർക്കോ റൂബിയോ. SK നേരത്തെ ഇന്ന് പകൽ 11 മണിക്ക് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US പ്രസിഡന്റ് ജോ ബൈഡനും ഇതാദ്യമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമാധാനപരമായ അധികാര കൈമാറ്റം ഉണ്ടാകുമെന്ന് ബൈഡൻ ആവർത്തിച്ചു പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെയൊക്കെ നടുവിലായിരുന്നു ഈ കൂടിക്കാഴ്ച. ചിരിയും തമാശയും ഒക്കെ ആയിട്ടാണ് ഈ കൂടിക്കാഴ്ച അവസാനിച്ചത്. SK. താങ്ക് യു മധു കൊട്ടാരക്കര.